بسم الله الرحمن الرحيم. أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1366 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 67 മുതൽ 69 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന വയുതഖത്തഫു الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ അവസാനത്തെ 3 ആയത്തുകൾ 67 മുതൽ 69 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ അൻകബൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണ കാലഘട്ടത്തിൽ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായി മാറുകയും മക്കയില് സത്യവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഹിജ്റയോട് അബിസിനിയയിലേക്കുള്ള ഹിജ്റയോട് ചേർന്ന് കിടക്കുന്ന ആ ഘട്ടത്തിലാണ് അവതരിക്കുകയുണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൗതിക താല്പര്യങ്ങളെ ത്യജിക്കുവാനും ദേശത്യാഗം ചെയ്യൽ അനിവാര്യമായി വരുമ്പോൾ അങ്ങനെ ചെയ്യുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരമായ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുവാനും ഒക്കെ ശക്തമായി പ്രചോദിപ്പിക്കുന്ന ആശയങ്ങൾ അടങ്ങിയ ആയത്തുകളാണ് നമ്മൾ ഈ സൂറത്തിൽ കാണുകയുണ്ടായത്. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിൽ ഖുറൈശികളെ വിശേഷിച്ച് പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ പരോക്ഷമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അതിലവരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കേവലം വിനോദവും ഉല്ലാസവും മാത്രമാണ്. യഥാർത്ഥ ജീവിതം മരണാനന്തരം ഓരോരുത്തരും ചെന്ന് ചേരാനിരിക്കുന്ന ജീവിതമാണ്, ദാറുൽ ആഖിറത്താണ്. അതാണ് ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവിതം എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. ഈ ആളുകളുടെ മനസ്ഥിതി യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാതെ
അംഗീകരിക്കാതെ, അതിനു വേണ്ട പ്രാധാന്യം നൽകാതെ, അതിനെ ഗൗനിക്കാതെ അവര് നിലകൊള്ളുമ്പോൾ അവര് യഥാർത്ഥത്തിൽ ചിന്താശൂന്യരായിട്ട് മാത്രമാണ് നിലകൊള്ളുന്നത്. കടൽ യാത്രയില് കപ്പലിൽ സങ്കീർണമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഈ ആളുകള് മറ്റെല്ലാം മറന്ന് അള്ളാഹുവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എത്തിച്ചു കഴിഞ്ഞാലോ അവരൊക്കെയും മുശ്രിക്കുകളായിട്ട് മാറുകയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവര് മറ്റു പല ശക്തികൾക്കും തലകുനിച്ചു കൊടുക്കുന്ന, വിധേയപ്പെടുന്ന, അവയെ ആരാധിക്കുന്ന ഒരു നിലപാടാണ് അവര് സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് കാലുറപ്പിച്ചു വെക്കാൻ ഒരു പ്രതലമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയാനുള്ള, അല്ലെങ്കിൽ ഭൗതികമായ നമ്മുടെ നേട്ടങ്ങളെ നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കാനുള്ള കുറുക്കുവഴികളാണ് നമ്മൾ തേടുന്നത്. ഈ നേട്ടങ്ങളൊക്കെയും തന്നെ അള്ളാഹു ഔദാര്യപൂർവം തന്നതാണ് എന്ന കാര്യം പോലും മനുഷ്യൻ സൗകര്യപൂർവം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകിൽ ആ നേട്ടങ്ങൾ നിലനിർത്താൻ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് കൈകളെ എത്തിക്കാൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പല കുറുക്കുവഴികളെയും പല വ്യാജ വിഗ്രഹങ്ങളെയും ഒക്കെ തേടുകയാണ് മനുഷ്യന്റെ പ്രകൃതം. മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും ഈ ഒരു നിലപാടിൽ നിന്ന് വെളിയിലായിരുന്നില്ല. ഈ നിലപാടിന് അപവാദമായിരുന്നില്ല അവരൊന്നും തന്നെ. നമ്മുടെ സാഹചര്യത്തിലും നമ്മൾ അത്തരം പ്രവണതകൾ നിരന്തരം സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ ആരാധ്യനായ ദൈവം എന്ന നിലക്കുള്ള സ്ഥാനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയോ അവന് നൽകേണ്ട വിധേയത്വം പൂർണ്ണമായ വിധത്തിൽ അവന് നൽകുകയോ ചെയ്യുന്നതിന് പകരം കേവലം ആചാരങ്ങളിലായിട്ട് മതവിശ്വാസത്തെ തളച്ചിടുകയും ബാക്കിയൊക്കെ സൗകര്യപൂർവം തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുക എന്ന ഒരു പൊതു സ്വഭാവം വിശ്വാസി സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ സാധാരണക്കാരിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനൊക്കെ നന്നായി പഠിച്ച ആളുകൾ തന്നെ സൗകര്യപൂർവം അത്തരം അള്ളാഹു അല്ലാത്തതിന്റെ അടിമത്തത്തിലേക്ക് ചെന്ന് കൂപ്പുകുത്തി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ യാതൊരു പ്രയാസവുമില്ല. ഇതൊക്കെയും തന്നെ അവർ ചെയ്യുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്നവരായിക്കൊണ്ടും അതുപോലെ ഭൗതിക സുഖാസക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് എന്നതാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിന്റെ ഉപസംഹാരമായിട്ട് വരുന്ന അവസാനത്തെ 3 ആയത്തുകൾ വരുന്നത്. അള്ളാഹു മക്കയിലെ ആളുകളെ പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ ഈ ഭൂപ്രദേശം, മക്ക പ്രദേശം, അതിന് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അതിനെ വ്യത്യസ്തമാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷിതത്വവും നിലനിൽപ്പും പോലും ആ മക്ക അനുഭവിക്കുന്ന ശാന്തി സമാധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. സമീപ പ്രദേശങ്ങളില് ഗോത്രങ്ങളും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങളും ഒക്കെ നേരിടുന്ന അശാന്തി അല്ലെങ്കിൽ സമാധാനമില്ലായ്ക, അതുപോലെ അരക്ഷിതാവസ്ഥ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യം, കൊള്ളയും അതുപോലെ കവർച്ചയും ഒക്കെ തന്നെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടിലുമൊക്കെ ആയിട്ട് നിലനിന്നിരുന്നത്. മക്ക മാത്രമാണ് ഒരർത്ഥത്തില് വേറിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. മക്കയില് രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ ആളപാവയമോ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല.
അതിന്റെ കാരണം അവിടെ അള്ളാഹുവിന്റെ ഭവനം നിലകൊള്ളുന്നു, അത് ഹെറമാണ് എന്നതുകൊണ്ടാണ്. അപ്പോ നിർഭയത്വത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കഅബയും കഅബയുടെ പരിസരവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതം സുരക്ഷിതമായി സമാധാനപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അവർക്ക് സാധ്യമായതിന്റെ കാരണം അവർക്കിടയിൽ കഅബ അവരോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഇടത്തിൽ നിലകൊള്ളുന്നു എന്നതാണ്. കഅബക്ക് ആ ശാന്തി സമാധാനത്തിന്റെ ഒരു ഗേഹം എന്ന ഒരു സാധ്യത ഉള്ള വിധത്തിൽ അതിനെ അവിടെ സ്ഥാപിച്ചത് നിങ്ങൾ ഈ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ശരീക്കുകളൊന്നുമല്ല, അത് ചെയ്തിരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഭവനമാണ് കഅബ. ഏകനായ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ഭവനമാണ് കഅബ. അള്ളാഹുവുമായുള്ള മനുഷ്യകുലത്തിന്റെ ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തുന്നതിന് വേണ്ടി, മനുഷ്യരുടെ പ്രയോജനത്തിന് വേണ്ടി ആദ്യമായി ഭൂമുഖത്ത് പണിയപ്പെട്ടിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ കഅബ. കഅബയുടെ ആ സാന്നിധ്യമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശാന്തി സമാധാനത്തിനൊക്കെ കാരണം. എന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമായിട്ട് കാണാൻ സാധിക്കുക. അള്ളാഹു ഈ അവസാന ആയത്തുകളിൽ പറയുന്ന കാര്യം ഒന്ന് സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവലം യറൗ അന്നാ ജഅൽന ഹറമൻ ആമിന. മക്കയിലെ ഈ ആളുകള് കണ്ടു മനസ്സിലാക്കുന്നില്ലേ നാം അവർക്കായിട്ട് ഒരു ശാന്തി സമാധാനത്തിൻ്റെതായ ഹെറം സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു എന്നത്. അവലം യറൗ, അവര് കാണുന്നില്ലേ, കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അന്നാ ജഅൽന, നിശ്ചയമായിട്ടും നാം അവർക്കായിട്ട് സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു ഹറമൻ ആമിന, ഒരു ഹറമിനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഹറം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗേഹം, ആ പവിത്രമായ ഒരു മന്ദിരം, അതുപോലെ നിഷിദ്ധതയുള്ള രക്തച്ചൊരിച്ചിലും അതിക്രമങ്ങളും ഒന്നും നടന്നുകൂടാൻ പാടില്ലാത്ത വിധത്തില് പവിത്രമാക്കപ്പെട്ട ഒരിടം, അതിനെ ആമിനായിട്ട് നിർഭയത്വത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് നാം അവർക്കായി നിശ്ചയിച്ചു കൊടുത്തത്, അവർക്കായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവര് കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. എപ്പോഴാണത്? വയതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റുപാടുമായി ജനങ്ങൾ റാഞ്ചപ്പെടുന്ന ഒരു സമയത്താണ് ഇത് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, കഅബ സുരക്ഷിതമാണ്, നിർഭയത്വം നൽകുന്നതാണ്. ആര് അവിടെ എവിടെ നിന്നായിട്ട് ഓടിയെത്തിയാലും അയാൾ നിർഭയനായിരിക്കും. അയാളെ ആക്രമിക്കാനോ പിടികൂടാനോ ദ്രോഹിക്കാനോ ഒന്നും ഒരാൾക്കും കഅബയുടെ വിശുദ്ധി കാരണമായിട്ട് സാധിക്കുകയില്ല എന്നതാണ് കാലങ്ങളായിട്ട് നിലനിന്നു വരുന്ന കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസവും പ്രയോഗത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാര്യവും. ഇത് എപ്പോഴാണ് അവരുടെ ചുറ്റുപാടുമായി, കഅബക്കപ്പുറത്ത് കുറച്ച് കിലോമീറ്ററുകൾ അകലെയായി എന്താണ് അവസ്ഥ? അവിടെയൊക്കെയും ഉള്ളത് നോക്കുക. വയതഖത്തഫു യുതഖത്തഫുന്നാസു മിൻ ഹൗലിഹി, അവരുടെ ചുറ്റുപാടുമായി ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ കഅബയുടെ പരിസരത്ത് ഹറമിൽ മാത്രമാണ് ഈ അമ്ന് നിലനിൽക്കുന്നത്, ശാന്തി സമാധാനത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരവസ്ഥ നിലനിൽക്കുന്നത്. എന്നാൽ അതിന്റെ ഹൗലില് ചുറ്റുമായുള്ള ഇടങ്ങളിൽ അവസ്ഥ എന്താണ്? വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹി, അതിന്റെ ചുറ്റുപാടുമായുള്ള ഇടങ്ങളിൽ ആളുകൾ നിരന്തരമായി റാഞ്ചിയെടുക്കപ്പെടുകയാണ്, വേട്ടയാടപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അവര് സുരക്ഷിതരല്ല, നിർഭയരല്ല. നിർഭയത്വം സമീപ പ്രദേശങ്ങളിൽ ഒരല്പം അകന്നു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് അവസ്ഥ എന്നിരിക്കെ നിർഭയത്വത്തിന്റെ ഹെറം അവർക്കായിട്ട് സ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായത് നാമാണ്, അള്ളാഹുവാണ്. അതില് നിങ്ങളിപ്പോ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ശരീക്കുകൾക്കൊന്നും തന്നെ യാതൊരു പങ്കുമില്ല. അഫബിൽ ബാത്തിലി, എന്നിട്ടും
അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, എന്നിട്ടും വ്യാജങ്ങളിലാണോ അവർ വിശ്വസിക്കുന്നത്? ഈ വ്യാജ ദൈവങ്ങളിലും വ്യാജ ദർശനങ്ങളിലും വ്യാജ ആശയങ്ങളിലുമാണോ അവര് വിശ്വാസം ഉൾക്കൊള്ളുന്നത് എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരിന്ന് അനുഭവിക്കുന്ന അമ്ന് കഅബ കാരണമായിട്ടുള്ളതാണ്. കഅബയോ അള്ളാഹു അവർക്കായിട്ട് നിർഭയത്വത്തിന്റെ കേന്ദ്രമായി നിശ്ചയിച്ചതാണ്. എന്നിട്ട് അള്ളാഹു സ്ഥാപിച്ച ഈ കഅബയുടെ കാരണത്താൽ നിർഭയത്വം അനുഭവിക്കാൻ കഴിയുന്ന ചുറ്റുപാടുമുള്ള ഇടങ്ങളിലൊക്കെയും തന്നെ ജനങ്ങൾ വേട്ടയാടപ്പെടുന്നതും റാഞ്ചിയെടുക്കപ്പെടുന്നതും ഒക്കെയായ അവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും ഈ ആളുകള് ബാത്തിലിനെ പിന്തുടരുന്നവരായിട്ടാണോ നിലകൊള്ളുന്നത്, അവർ മാറുന്നത് എന്നതാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. കഅബ നൽകുന്ന നിർഭയത്വം അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ശിർക്ക് പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ടായതല്ല. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകനായ പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ള നിലക്ക് അള്ളാഹുവുമായുള്ള മനുഷ്യകുലത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഅബയുടെ ചുറ്റുപാടിലായുള്ള ആളുകൾ നിർഭയത്വം അനുഭവിക്കുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരല്പം പോലും ആലോചനയില്ലാതെ ഈ ആളുകൾ അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ഈ വ്യാജങ്ങളിലാണോ ഈ ആളുകൾ വിശ്വാസമുള്ളവരായിക്കൊണ്ടിരിക്കുന്നത്? വബി നിഅമത്തില്ലാഹി യക്ഫുറൂൻ, എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് അവര് നന്ദികേട് കാണിക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഅബ കാരണമായിട്ടാണ് അവർക്ക് ഈ നിർഭയത്വം ലഭിക്കുന്നത്. അത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഅബയെ ആമീനായിട്ട് സ്ഥാപിച്ചതിൽ യാതൊരു പങ്കുമില്ല. എന്നിട്ടും ഈ ആളുകൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആളുകള് വ്യാജ ആശയങ്ങളുടെയും വ്യാജ ദൈവങ്ങളുടെയും പുറകെ പോവുകയാണ്. അള്ളാഹുവിന്റെ നിഅമത്തിനോട് കുഫ്ർ കാണിക്കുകയാണ്, നന്ദികേടും നിഷേധവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അള്ളാഹുവാണ് നിർഭയത്വത്തിന്റെ ആധാരം എന്നത് അവർക്കറിയാം. കഅബ സ്ഥാപിച്ചുകൊണ്ട്, ഹറം സ്ഥാപിച്ചുകൊണ്ട്, അതിനെ അമ്നുള്ളതാക്കി മാറ്റിക്കൊണ്ട് ആ വിധത്തില് അറേബ്യയില് മക്കയുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹുവാണ്. എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ആലോചനയില്ലാതെ ബാത്തിലിനെ പിൻപറ്റുകയും അള്ളാഹുവിന്റെ നിഅമത്തിനെ, കഅബ അവിടെ സ്ഥാപിച്ചു എന്നത്, ഹറം ആ പ്രദേശം നിർഭയത്വമുള്ളതാക്കി എന്നത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്. ആ നിഅമത്തിനോട് നന്ദികേട് കാണിക്കുകയാണ് ഈ ജനങ്ങള് എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നിട്ട് അള്ളാഹു പറയുന്നത് വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കിയവനേക്കാൾ ദ്രോഹിയായിട്ട്, ആത്മദ്രോഹിയായി, അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവനായി, അല്ലെങ്കിൽ അക്രമിയായി ആരുണ്ട് എന്നതാണ് ചോദ്യം. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമക്കുന്നവർ എന്ന് പറയുന്നത് മക്കയില് അന്ന് നിലനിന്നിരുന്ന കഅബയില് അവര് പ്രതിഷ്ഠിച്ചിരുന്ന വ്യാജ ദൈവങ്ങള്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ദർശനം, അതൊക്കെയും തന്നെ ബാത്തിലാണ്. അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. അത് അള്ളാഹുവിന്റെ പേരിലുള്ള അവർ ആരോപിക്കുന്ന സംഗതികളാണ്. അവർക്കൊക്കെയും അള്ളാഹുവില് പങ്കാളിത്തമുണ്ട് എന്ന സംഗതി. അതിനെ തിരുത്താൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ തള്ളിക്കളയുന്ന ആളുകൾ ആരോപിക്കുന്നത് അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കി കൊണ്ടുവന്ന് പറയുകയാണ്, അവരെ കേൾപ്പിക്കുകയാണ് എന്നതാണല്ലോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പേരിൽ ആരെങ്കിലും വ്യാജമായി വല്ലതും ചമച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ ആത്മദ്രോഹം ചെയ്തവനായിട്ട് വേറെ ആരാ ഉള്ളത്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഈ നാട്ടില് 40-40 വർഷങ്ങള് നിങ്ങളോടൊപ്പം ജീവിച്ച ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ തന്നെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളും പുറവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണ്.
ആ മനുഷ്യന്റെ പേരിൽ ഏറ്റവും വലിയ ദ്രോഹിയായിട്ട് ചിത്രീകരിക്കുന്ന അദ്ദേഹത്തെ ആ നിലക്ക് ലാലിമായിട്ട് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹു ചോദിക്കുന്ന വമൻ അളുലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചു കൊണ്ടുവന്നു എന്നതാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമെങ്കിൽ അദ്ദേഹമാകുമല്ലോ ഏറ്റവും വലിയ ദ്രോഹി, ഏറ്റവും വലിയ ആത്മദ്രോഹി, അല്ലെങ്കിൽ ധിക്കാരി, അക്രമം ചെയ്തവനൊക്കെ. ഔ കദ്ദബ ബിൽ ഹഖ്, അതല്ലെങ്കിൽ മറ്റൊരു വ്യാജം ഇവിടെ ഉണ്ട്. അത് അവനേക്കാൾ വലിയ ആത്മദ്രോഹിയായിട്ട് ആരുണ്ട് എന്ന് കൂടിയാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നത് ബാത്തിലാണ്, ചമച്ചുണ്ടാക്കിയതാണ് എങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ ലാലിം. ഇനി അദ്ദേഹം കൊണ്ടുവന്നത് ഹക്കാണെങ്കിലോ അദ്ദേഹത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അദ്ദേഹത്തിനെ കളവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹക്കിനെ അത് നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിയപ്പോ അതിനെ നിഷേധിച്ച് കളഞ്ഞവനേക്കാൾ വലിയ ആത്മദ്രോഹി ആരാണുള്ളത്? രണ്ടിലൊന്ന് നിർബന്ധമാണ് സംഭവിക്കല്. ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ലാലിമായി മാറണം. കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കിയിട്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്ന വിധത്തില്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ ലാലിം. അതല്ല, അദ്ദേഹം മുഖേന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഹക്കാണ്, സത്യമാണ് എങ്കിൽ എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ വലിയ ദ്രോഹി ആരാണുള്ളത്? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ വമൻ അളുലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ ഔ കദ്ദബ ബിൽ ഹഖ് ലമ്മാ ജാഅഹു. സത്യം ഒരാളുടെ മുന്നിലേക്ക് ഒരുപാട് തവണയൊന്നും വരില്ല. അള്ളാഹു ഓരോരുത്തർക്കും അവസരം നൽകുന്നുണ്ട്. പക്ഷെ എക്കാലത്തും ഒരാളുടെ മുന്നില് സത്യം വന്ന് നിന്ന് നൃത്തം ചെയ്തുകൊള്ളും എന്ന് ആരും കരുതേണ്ടതില്ല. ചില നിമിഷങ്ങളില് ജീവിതത്തിലെ ചില നിർണായകമായ മൊമെന്റ്സില് നമുക്ക് സത്യം ബോധ്യപ്പെടുന്ന ഒരു എപ്പിഫാനിക് ആയിട്ടുള്ള ഒരു റെവലേഷൻ നമ്മുടെ മസ്തിഷ്കത്തിലൂടെ, നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ കടന്നു പോകും. ആ ഒരു നിമിഷം അത് സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുൽകാൻ നമ്മൾ സന്നദ്ധരായാൽ നമ്മൾ ഭാഗ്യം ചെയ്തു. അതല്ല, ആ നിമിഷം നമ്മൾ ആ വെളിച്ചത്തെ, അള്ളാഹു ഉള്ളിലൂടെ കടത്തിവിട്ട ആ പ്രകാശത്തെ കെടുത്തി കളയുകയും അത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ താല്പര്യങ്ങൾ കാരണമായിട്ട് അതിനെ തള്ളിക്കളയുകയും ആണെങ്കിൽ നമ്മൾ ഭാഗ്യം കെട്ടവരായി എന്നതാണ് സത്യം. അള്ളാഹുവിടെ പറയുന്നത്, ഒന്നുകിൽ അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായ പലതും ചമച്ചു കൊണ്ടുവന്ന് പറയുന്ന ഒരാളായിട്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കുന്നുവല്ലോ. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹമായിരിക്കും ഏറ്റവും വലിയ ലാലിം. അതല്ല, സത്യം കൺമുന്നിൽ എത്തിയിട്ട് ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ, എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടല്ല, മറിച്ച് സത്യമാണെന്ന് അവരുടെ മുന്നിൽ ഒരു ഫ്ലാഷില് ഒരു 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 സ്പ്ലിറ്റ് സെക്കൻഡിലെങ്കിലും അവരുടെ മനസ്സിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഹക്കാണിത് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സത്യം ജീവിതകാലം മുഴുവനും അവസാന ശ്വാസം വരെ നമ്മളുടെ മുന്നിൽ വന്നിങ്ങനെ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നുമില്ല. നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു നിമിഷം അതെല്ലാവരുടെയും കാര്യത്തിൽ അള്ളാഹു സംജാതമാക്കും. അങ്ങനെ ഒരു സംഗതി, ഇത് തന്നെ അല്ലേ സത്യം എന്നൊരു തോന്നല്, ഒരു ആലോചന, അതിനോട് സത്യസന്ധമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരായി മാറും. അതല്ലെങ്കിൽ അതിനെ കൊന്നുകുഴിച്ചു മൂടുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, സത്യം നമ്മുടെ മുന്നിൽ എത്തിയപ്പോ നമ്മൾ അതിനെ ആട്ടി പറഞ്ഞേക്കുകയാണ്, അതിനെ മൂടിക്കളയുകയാണ്, അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയാണ് എങ്കിൽ നമ്മളെക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോ അങ്ങനെ സത്യം നമ്മുടെ മുന്നിൽ, ഒരാളുടെ മുന്നിൽ എത്തുകയും എന്നിട്ട് അയാൾ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെക്കാൾ വലിയ അക്രമിയായിട്ട്, ലാലിമായിട്ട്, ധിക്കാരിയായിട്ട്, അധർമ്മിയായിട്ട് ആരുണ്ട് എന്നതാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോ രണ്ടിലൊന്ന് നടന്നേ പറ്റൂ. ഒന്നുകിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളായിട്ട് വന്ന ആളാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഏറ്റവും സത്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിത ദർശനമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിക്കളയുന്ന ആളുകൾ പറയുന്നതാവണല്ലോ ശരി. അപ്പൊ രണ്ടിലൊരു കൂട്ടർ വലിയ ലാലിമാണ്, അതിൽ സംശയമൊന്നുമില്ല.
ഒന്നുകിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഷേധിച്ച് കളയുന്ന ആളുകൾ. ഏതാണ് എന്നത് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും തിരിച്ചറിയാനുള്ള ദൈക്ഷണികമായ സാധ്യതകളും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹു ഒരു ചോദ്യം, ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ചോദ്യം, ഉത്തരമൊന്നും ആരും പറയേണ്ടതൊന്നുമില്ല, എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അലൈസ ഫീ ജഹന്നം മസ്വൻ ലിൽ കാഫിരീൻ, നിഷേധികളുടെ മടക്കഗേഹം, അവരുടെ തിരിച്ചെത്താനുള്ള അഭയകേന്ദ്രം അല്ലെങ്കിൽ സങ്കേതം നരകം തന്നെയല്ലേ എന്നതാണ് ചോദ്യം. അലൈസ ഫീ ജഹന്നം, നരകത്തിൽ തന്നെയല്ലേ ഉള്ളത് മസ്വൻ, അഭയസ്ഥാനം, തിരിച്ചെത്താനുള്ള മടക്ക സങ്കേതം. ആർക്കാണ്? ലിൽ കാഫിരീൻ, സത്യം മൂടിവെച്ചവർക്ക്. കാഫിർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെ മൂടിവെച്ചവൻ എന്നാണ്, മറയിട്ടവൻ എന്നാണ്. സത്യത്തെ, ഇവിടെ സത്യമാണല്ലോ വിഷയം, സത്യത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രോബ്ലമറ്റൈസ് ചെയ്യപ്പെടുന്ന കാര്യം. അപ്പോ സത്യം നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോ, അത് ഞാൻ പറഞ്ഞു നേരത്തെ, ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മുന്നിൽ വന്ന് നൃത്തമാടിക്കൊണ്ട് അങ്ങനെ നിൽക്കില്ല. ഇനിയും അവസരമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇനിയും കാലമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തു നിൽക്കാനൊന്നും ആർക്കും പറ്റില്ല. അതൊക്കെ മൂടിയിടപ്പെട്ടു പോകും. നമ്മുടെ മുന്നിൽ ഹക്ക് വന്ന സമയത്ത് നമ്മൾ അതിനെ സത്യസന്ധമായിട്ട് സമീപിച്ചോ ഉൾക്കൊള്ളാൻ സന്നദ്ധരായോ എന്നതൊക്കെയാണ് വിഷയം. അപ്പോ തുടർന്ന് അള്ളാഹു ചോദിച്ചത് അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ കാഫിരീൻ, ജഹന്നമിൽ തന്നെ അല്ലേ കാഫിറുകൾക്കുള്ള മസ്വ, അവർക്കുള്ള മടക്കഗേഹം, അവർക്കുള്ള അഭയകേന്ദ്രം, അവർക്കുള്ള വിശ്രമസ്ഥാനം ഈ ജഹന്നമിൽ, നരകത്തിൽ തന്നെയല്ലേ എന്നതാണ് ഇവിടെ അള്ളാഹു ഒരു ഉത്തരം തേടാത്ത വിധത്തിലുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നരകത്തിൽ തന്നെയാണ് ഇവർക്കുള്ള മസ്വ ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നത് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു ഈ സൂറത്തിന്റെ ആയാത്തുകൾക്ക് ഉപസംഹാരമായിട്ട് പറയുന്നത് വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ, നമ്മുടെ കാര്യത്തിൽ ജിഹാദ് ചെയ്തവർ, നമ്മുടെ കാര്യത്തിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടവർ, അതിലെല്ലാം പെടും. എ ടു സെഡ് ആയിട്ടുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട എന്തും, അതില് ഏത് പ്രയത്നവും, അത് അതിന്റെ ഹൃദയം കൊണ്ട് വിശ്വാസം ഉൾക്കൊള്ളുന്നത് മുതൽ നമ്മുടെ ജീവനും സ്വത്തും ജീവനും ഒക്കെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുന്നത് ഉൾപ്പെടെയുള്ള സകല ജിഹാദും അടങ്ങിയ ഒരു കാര്യമാണ് അള്ളാഹുവിടെ പറയുന്നത്. വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ മാർഗത്തിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലന, അവരുടെ വഴികൾ നാം കാണിച്ചു കൊടുക്കും, അവർക്ക് നാം അവരുടെ സബീലുകൾ തുറന്നു കൊടുക്കും. സുബുലന എന്നാണ് ഇവിടെ ബഹുവചനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബീലിന്റെ ബഹുവചനാണ് സുബുല. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഓരോ നിർണായകമായ നിമിഷങ്ങളിലും അള്ളാഹുവാണ് നമുക്ക് മാർഗദർശനം തരേണ്ടത്. അത് ഓരോ കാര്യത്തിലും ആവശ്യമുണ്ട്. ഒന്നിലോ ഒരു കാര്യത്തിലോ രണ്ട് കാര്യത്തിലോ ഒന്നും പോരാ. ഓരോ വിഷയത്തിലും നമ്മെ മാർഗദർശനം ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ വിഷയത്തിലുള്ള സബീൽ ഇതാണ്, ഈ വഴിക്ക് പോയിക്കോ എന്ന വിധത്തിൽ കാണിച്ചു തരിക എന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നത്തിന് സന്നദ്ധരായ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. എന്തൊരു മനസ്സമാധാനമാണ് ഇത് തരുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ ഒരു ആയുഷ്കാലത്തിൽ കടന്നു പോണത്. സമീപകാലത്ത് ഒരാള് ഒരു സങ്കീർണമായ പ്രശ്നം പങ്കുവെച്ചുകൊണ്ടിരിക്കുക, അയാൾ പറഞ്ഞ ഒരു സംഗതി, ഇത് ജീവിതാണ്, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നാണ്ട് തീർന്നു കിട്ടൂല കുട്ടികളെ, അതിനൊക്കെ അതിൻ്റെതായ സമയം എടുത്തുകൊണ്ടേ അതങ്ങ് തീർന്ന് ഒരറ്റത്തെ എത്തുള്ളൂ എന്ന് അയാൾ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞൊരു വാചകമാണ്. പക്ഷെ അതിൽ വലിയൊരു ആശയം അടങ്ങിയിട്ടുണ്ട്. ജീവിതാനുഭവങ്ങളുടെ ഒരു സത്ത അതിൽ നമുക്ക് ആ വാചകത്തിൽ, ആ ഒറ്റ വാചകത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ മാർഗദർശനം വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ, വൈവിധ്യമുള്ള ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിലൊക്കെയും അള്ളാഹുവിന്റെ മാർഗദർശനം, അള്ളാഹു നമുക്ക് സബീലുകൾ കാണിച്ചു തരുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ആരുടെ കാര്യത്തിലാണ് അള്ളാഹു ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത്? വല്ലദീന ജാഹദൂ ഫീന,
നമ്മുടെ കാര്യത്തിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടവർ, നമ്മുടെ മാർഗത്തില്, നമ്മുടെ വിശ്വാസത്തില്, നമ്മുടെ ദർശനത്തില്, നമ്മുടെ ജീവിത മാർഗം പിന്തുടരുന്നതിന് വേണ്ടി, ഇങ്ങനൊക്കെ അതിനെ നമുക്ക് വിശദീകരിച്ചു പോകാം. ഇവിടെ നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മിൽ എന്നൊക്കെ ഈ വാക്കുകൾ നൽകുന്ന അർത്ഥമുള്ളൂ. അതിന്റെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ മാർഗത്തിൽ എന്നൊക്കെ നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ മാർഗത്തിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ലനഹ്ദിയന്നഹും, നാം അവർക്ക് ഹിദായത്ത് ചെയ്തുകൊണ്ടേയിരിക്കും, നൽകിക്കൊണ്ടേയിരിക്കും. സുബുലന, നമ്മുടെ വഴികളിലേക്കായിട്ട്. നമ്മുടെ വിവിധങ്ങളായ വഴികളുണ്ട്. സത്യമാർഗം എന്ന വിശാലമായ ഒരു പാതയുണ്ട്. അതുകൂടാതെ ജീവിതത്തില് ഓരോ ആവശ്യത്തിനും ഓരോ ഊടുവഴികൾ നമ്മൾ തേടുന്നുണ്ടാവും. ഇപ്പം ഭക്ഷണം സമ്പാദിക്കാനുള്ള വഴി നമ്മൾ തേടുന്നുണ്ട്. ജീവിതത്തില് മാന്യത ലഭിക്കാൻ, ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നാണം മറക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. നല്ല ഇണ ഉണ്ടാവുക, നല്ല മക്കൾ ഉണ്ടാവുക, നല്ല അയൽവാസികൾ ഉണ്ടാവുക, നല്ല സഹപ്രവർത്തകരുണ്ടാവുക, ഇതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഇതുപോലെ എന്തെല്ലാം ആവശ്യങ്ങൾ മനുഷ്യന്റെ മുന്നിലുണ്ട്. ഇവിടെയൊക്കെയും തന്നെ അള്ളാഹു നമുക്ക് സബീല് കാണിച്ചു തരേണ്ടതുണ്ട്. അത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് പ്രയത്നം അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാക്കുക എന്നതാണ്. ആ ഒരൊറ്റ സംഗതിയെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹുവിനെ നിയത്ത് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം, അതിന് പറ്റുന്നതായിരിക്കണം, അതിനോട് ചേർന്ന് പോകുന്നതായിരിക്കണം നമ്മുടെ പ്രയത്നം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തില് വിവിധങ്ങളായ സബീലുകൾ കാണിച്ചു തരിക, നമുക്ക് ആവശ്യമുള്ള വ്യത്യസ്ത തുറകളിലും തലങ്ങളിലും ഘട്ടങ്ങളിലും മേഖലകളിലും ഒക്കെ മാർഗദർശനം ചെയ്യുക എന്നത് അത് അള്ളാഹു ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തോ ഒരു വലിയ മനസ്സമാധാനമാണത് നമുക്ക് തരിക. നമ്മളുടെ കർമ്മങ്ങൾ നന്നാക്കിയാൽ, നമ്മളുടെ ജുഹദ് ഏറ്റവും നല്ലതാക്കി മാറ്റിയാൽ നമ്മളെ മക്കൾ നന്നാവും, കുടുംബം നന്നാവും, അയൽവാസികൾക്കൊക്കെ നമ്മൾ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. അതുപോലെ നല്ല സഹപ്രവർത്തകരെ നമുക്ക് കിട്ടും. അതുപോലെ എന്തെല്ലാം സംഗതികൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ വഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇനി അതിനൊക്കെ തൊപ്പിയിടുന്ന വിധത്തില്, അതിനൊക്കെ മകുടം ചാർത്തുന്ന വിധത്തിൽ അള്ളാഹു ഒരു കാര്യം കൂടി പറയുകയാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയമായിട്ടും അള്ളാഹു സുഹൃതികളോടൊപ്പമാണുള്ളത്. സുഹൃതം ചെയ്യാൻ സന്നദ്ധമായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന, നന്മ ചെയ്യാൻ, ഇഹ്സാൻ ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകളോടൊപ്പമാണ് അള്ളാഹു എന്നുകൂടി അള്ളാഹു പറയുക. ഇതിനേക്കാളും വലിയ മോട്ടിവേഷനും ഇതിനേക്കാളും വലിയ കരുത്തും ശക്തിയും പകരലും ഒക്കെ വേറെ എന്താണ് മനുഷ്യന് ആവശ്യമുള്ളത്? നിങ്ങളെ പ്രയത്നം മാത്രം മതി. നല്ല നിയത്തോടു കൂടി ഇഹ്സാൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ജുഹദിൽ ഏർപ്പെടും, പ്രയത്നങ്ങളിൽ ഏർപ്പെടും. ബാക്കി നിങ്ങളെ വഴി കാണിക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾ വെറിയിടാവണ്ട. അത് നിങ്ങൾ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ നല്ല നിയത്തോടു കൂടി അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയത്നങ്ങളിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ കൂട്ടുകാരനായിട്ട്, വഴി കാണിക്കുന്നവനായിട്ട് അള്ളാഹു ഉണ്ടാകും. മുഹ്സിനുകൾക്ക് അവർക്ക് ഏറ്റവും ബലം നൽകുന്ന, കരുത്ത് പകരുന്ന സാന്നിധ്യമായിട്ട് അവരോടൊപ്പം അള്ളാഹു ഉണ്ടാകും എന്നാണ് അള്ളാഹുവോട് പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഏറെ കരുത്ത് പകരുന്ന, അതുപോലെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന, ഇത്രയേറെ മനസ്സിനെ കുളിർപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ലോകത്ത് വേറെ ഏത് ജീവിത ദർശനത്തിലോ തത്വസംഹിതയിലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റോയിലോ ആണ് കാണാൻ സാധിക്കുക എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. പലർക്കും അങ്ങനെയുള്ള ഈ താരതമ്യം ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും. ഇതാണോ ശരി, മറ്റേതാണോ ശരി എന്നൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ നൽകുന്ന ആത്മധൈര്യം, അത് നൽകുന്ന പ്രചോദനം, അത് നൽകുന്ന കരുത്ത്, അത് നൽകുന്ന മനസ്സമാധാനം, ഇത് തരാൻ, ഈ അളവില് അത് പകർന്നു തരാൻ കഴിയുന്ന എന്തുണ്ട് ലോകത്ത് എന്നതും നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഞാൻ
സൂറത്തുൽ അൻകബൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പൊതുവായതോ ആയ ചോദ്യങ്ങളും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ചർച്ച അതിലേർപ്പെടാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. 2-3 ചോദ്യങ്ങൾ എൻ്റെ പക്കൽ വന്ന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് തുടങ്ങാം. എന്നാലും ഈ സൂറത്തിന്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്നുകൂടി വായന ചെയ്തുകൊണ്ട് മനനം ചെയ്ത് അതിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ എല്ലാവരും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം പഠനം ഫലപ്രദമാവുന്നത് നമുക്ക് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണ്. അപ്പോഴേ നമ്മൾ അതിന്റെ ആത്മാവ് സ്പർശിച്ചുകൊണ്ടുള്ള വായന നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.